നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. സിസിലി തീരത്ത് ബ്രിട്ടീഷ് കപ്പൽ മുങ്ങി. കാണാതായ 6 പേരിൽ UK ടെക് വ്യവസായിയും. ഇറ്റലിക്ക് തെക്ക് സിസിലി ദ്വീപ് തീരത്ത് കൊടുങ്കാറ്റിൽ ആഡംബര നൗക മുങ്ങി ഒരാൾ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് ടെക് വ്യവസായിയായ പ്രമുഖൻ മൈക്കിൾ ലിഞ്ച് അടക്കം 6 പേരെ കാണാതായി. ലിഞ്ചിന്റെ ഭാര്യയെയും മറ്റ് 14 പേരെയും രക്ഷിച്ചു. 184 അടി നീളമുള്ള ബയേസിയൻ എന്ന കപ്പലിൽ 10 ജീവനക്കാർ ഉൾപ്പെടെ 22 പേരാണ് ഉണ്ടായിരുന്നത്. സിസിലിയുടെ തലസ്ഥാനമായ പലേർമോയിൽ നിന്ന് തിങ്കളാഴ്ച പുലരും മുൻപെയാണ് കപ്പൽ പുറപ്പെട്ടത്. ബ്രിട്ടീഷ് ബിൽഗേറ്റ്സ് എന്നറിയപ്പെടുന്ന ലിഞ്ച് UKയിലെ സോഫ്റ്റ്വെയർ മേഖലയിലെ പ്രമുഖരാണ്. രക്ഷപ്പെടുത്തിയവരിൽ 8 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ഛായാചിത്രം ആലേഖനം ചെയ്ത 1 പൗണ്ട് നാണയങ്ങൾ പ്രചാരത്തിലിറങ്ങി. രാജ്യത്തുടനീളമുള്ള തപാൽ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും ഏകദേശം 3 ദശലക്ഷം നാണയങ്ങൾ വിതരണം ചെയ്തു. രാജാവിന്റെ ഛായാചിത്രമുള്ള നാണയങ്ങൾ പ്രചാരത്തിലിറങ്ങുമ്പോഴും എലിസബത്ത് രാജ്ഞിയുടെ മുഖചിത്രമുള്ള നാണയങ്ങൾ പ്രചാരത്തിൽ തുടരും. നാണയത്തിന്റെ മറുവശത്ത് ഒരു ജോഡി തേനീച്ചകളാണ്. നാണയങ്ങളുടെ വലിപ്പവും രൂപവും മാറ്റമില്ലാതെ തുടരും. വെൻഡിംഗ് മെഷീനുകൾ, സൂപ്പർമാർക്കറ്റ് സെൽഫ് ചെക്കൗട്ടുകൾ, പാർക്കിംഗ് മീറ്ററുകൾ എന്നിവയിൽ നാണയങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് കാരണം. മാഞ്ചസ്റ്ററിൽ യുവതി കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ടു. ബ്രിട്ടനെ ഞെട്ടിച്ച് വീണ്ടും കത്തിയാക്രമണം. കിഴക്കൻ മാഞ്ചസ്റ്ററിലെ ഗോർട്ടണിലാണ് ആൽബർട്ട ഒബിനീം എന്ന സ്ത്രീ കുത്തേറ്റ് മരിച്ചത്. ആക്രമണത്തിൽ 17ഉം 64ഉം വയസ്സുള്ള മറ്റ് 2 പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. സംഭവത്തിൽ 22 വയസ്സുകാരനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ ഇരകൾക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്നും ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യവൽക്കരണത്തിനെതിരെ നഴ്സുമാർ അടക്കമുള്ള NHS ജീവനക്കാർ സമരത്തിൽ. ഈസ്റ്റ് സഫോക്ക് ആൻഡ് നോർത്ത് എസെക്സ് ഫൗണ്ടേഷൻ ട്രസ്റ്റിലെ ജീവനക്കാർ സ്വകാര്യവൽക്കരണത്തിനെതിരെ യൂണിസൺ യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പണിമുടക്കി. കോൾച്ചസ്റ്റർ ഹോസ്പിറ്റൽ, ഓൾഡ് ബറോ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ജീവനക്കാർ ഇന്നലെ തുടങ്ങിയ പണിമുടക്ക് വെള്ളിയാഴ്ച വരെ നീളും. സ്വകാര്യവൽക്കരണത്തിനെതിരെ രാജ്യവ്യാപകമായി പണിമുടക്ക് നടക്കുന്നില്ലെങ്കിലും ഈ പ്രശ്നം നിരവധി NHS തൊഴിലാളികൾക്കും യൂണിയനുകൾക്കും ആശങ്കയായി തുടരുന്നു. ഇപ്സ്വിച്ച് ഹോസ്പിറ്റലിലെ ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള സോഫ്റ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഇതിനകം തന്നെ പുറം കരാർ നൽകി കഴിഞ്ഞു. ഈ കരാർ വ്യവസ്ഥ പ്രകാരം ജോലി ചെയ്യുന്നവർക്ക് കുറവ് വാർഷിക ലീവ് മാത്രമാണ് ലഭിക്കുന്നതെന്നും സിക്ക് പേയിലും കുറവുണ്ടെന്നും യൂണിസൺ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം നടപടികൾ രോഗികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുമെന്നും യൂണിയൻ ചൂണ്ടിക്കാട്ടുന്നു. ഹീത്രൂ വിമാനത്താവളത്തിലെ ബോർഡർ സുരക്ഷാ ജീവനക്കാരുടെ പണിമുടക്ക് മലയാളികളുടെ യാത്രകളെ ബാധിക്കും. ഓഗസ്റ്റ് 31 മുതൽ 23 ദിവസത്തേക്കാണ് പണിമുടക്കുകൾക്ക് ബോർഡർ സുരക്ഷാ ജീവനക്കാർ ഒരുങ്ങുന്നത്. പബ്ലിക് ആൻഡ് കൊമേഴ്സ് സർവീസസ് യൂണിയനിലെ ഏകദേശം 650 അംഗങ്ങളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. സെപ്റ്റംബർ 22 വരെയാണ് പണിമുടക്ക്. എയർപോർട്ടിലെ 2, 3, 4, 5 ടെർമിനലുകളിൽ പ്രവർത്തിച്ചിരുന്ന പബ്ലിക് ആൻഡ് കൊമേഴ്സ് സർവീസസ് അംഗങ്ങൾ ഏപ്രിലിൽ പുതിയ ഡ്യൂട്ടി റോസ്റ്റർ വന്നതിന് ശേഷം മാനേജ്മെന്റുമായി തർക്കത്തിലായിരുന്നു. ഓണത്തിന്റെ സമയത്ത് നിരവധി മലയാളികളാണ് ഹീത്രൂ എയർപോർട്ട് വഴി കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരം സ്കൂൾ തുറക്കുന്ന സമയമായതിനാൽ നിരവധി മലയാളി കുടുംബങ്ങൾ UKയിലേക്ക് അവധി കഴിഞ്ഞെത്തുന്ന സമയം കൂടിയാണ്. രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. പൗണ്ടിനെതിരെ 108.91 രൂപയും യൂറോയ്ക്കെതിരെ 92.91 രൂപയും ഡോളറിനെതിരെ 83.8 രൂപയുമാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനവാണ് രൂപയുടെ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ക്രൂഡ് പെട്രോളിയവും സ്വർണവും വലിയ തോതിൽ ഡോളറിനെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതും രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാക്കുന്നു. നിലവിലെ ആഗോള സാഹചര്യങ്ങൾ തുടരുന്നതിനാൽ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയാനാണ് സാധ്യത. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.